ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് പബ്ലിക് ഫിനാൻസ്, വാട്ട് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസ് എന്നൊക്കെ. അപ്പൊ ഞാനിവിടെ എന്താണ് പബ്ലിക് ഫിനാൻസ്, അതിന്റെ മീനിങ് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ്, വാട്ട് ഈസ് പബ്ലിക് ഫിനാൻസ്? പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ഈസ് പബ്ലിക് ഫിനാൻസ്? പബ്ലിക്കിന്റെ ഫിനാൻസിനെ പറ്റി പറയാം. അപ്പം പബ്ലിക് ഫിനാൻസ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്. അല്ലെ, പേരിൽ തന്നെ പബ്ലിക് ഫിനാൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ദ സ്റ്റഡി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് റെഫേഴ്സ് ടു ദ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റീസ്. റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റീസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഓഫ് ദ ഗവൺമെന്റ്. ഏത് രീതിയിൽ പറഞ്ഞാലും ശരി. അപ്പം ആദ്യം നമുക്ക് നോക്കാം സ്റ്റഡി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സർക്കാരിന്റെ വരുമാനം. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗമാണ് ടാക്സ്. ഇനി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ, വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് important expenditure or spendings undertaken by the government. ഏതൊക്കെ രീതിയിലുള്ള ചെലവുകളാണ് സർക്കാർ നടത്തുന്നത്, ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് പബ്ലിക് ഫിനാൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്, ഇതാണ് പബ്ലിക് ഫിനാൻസിൽ നമ്മൾ പഠിക്കുന്നത്. പബ്ലിക് ഫിനാൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പബ്ലിക് ഫിനാൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് revenue and expenditure of public authorities. Revenue and expenditure of public authorities. അതായത് ഒന്നുകൂടി നമ്മൾ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റീസ്. പബ്ലിക് അതോറിറ്റീസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആരൊക്കെയാ? ദാറ്റ് ഈസ് ഗവൺമെന്റിന്റെ പല, അതായത് നമുക്കറിയാം ഈ പബ്ലിക് അതോറിറ്റീസിൽ പ്രധാനമായിട്ട് വരുന്നത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്. അതിനെ പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ് പബ്ലിക് അതോറിറ്റീസ്. അപ്പം ഇറ്റ് ഈസ് ദ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റീസ് refers to revenue and expenditure of central government, state government or local government, that is equal to public finance. ഇനി ഈ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ നമുക്ക് പറയാം മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പബ്ലിക് ഫിനാൻസ് ഈസ് ദ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഓഫ് ദ ഗവൺമെന്റ്. ഫിനാൻഷ്യൽ ഓപ്പറേഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓർ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഓഫ് ദ പബ്ലിക് അതോറിറ്റീസ്. ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. റവന്യൂവേയും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിനെയും പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. അപ്പം ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ഡെഫിനിഷൻസ്, അല്ലെങ്കിൽ നമ്മൾ മൂന്ന് രീതിയിൽ ഇതിന്റെ മീനിങ് പറഞ്ഞു. ആദ്യം പറഞ്ഞു പബ്ലിക് ഫിനാൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ദാറ്റ് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്. അതായത് സർക്കാരിന്റെ വരവ് ചെലവിനെ പറ്റി പഠിപ്പിക്കുന്ന ഒന്നാണ് പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ പൊതുധനകാര്യം. രണ്ടാമത് പറഞ്ഞു പബ്ലിക് ഫിനാൻസ് ഈസ് ദ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റീസ്. റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റീസ്. പബ്ലിക് അതോറിറ്റീസ് എന്ന് പറഞ്ഞാല് പൊതു അധികാരികൾ. ആരൊക്കെയാണത്? They are generally refers to the institutions like central, state and local government. കേന്ദ്ര സർക്കാരിന്റെ റവന്യൂ അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിനെ പറ്റി പറയാം, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പറ്റി പറയാം, ലോക്കൽ ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പറ്റി പറയാം. ഇതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് റെഫേഴ്സ് ടു ദ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഓഫ് ദി ഗവൺമെന്റ്. അല്ലെ, ഈ റവന്യൂ അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ പകരം ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഓഫ് ദ ഗവൺമെന്റ്. ഫിനാൻഷ്യൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. ഇതാണ് പബ്ലിക് ഫിനാൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതില് റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് റവന്യൂ കളക്ടഡ് ബൈ ദ ഗവൺമെന്റ്. ഏതൊക്കെ രീതിയിലാണ് സർക്കാർ
വരുമാനം സമാഹരിക്കുന്നത്. അപ്പം ഇതിൽ വരുന്നത് ഏതൊക്കെ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസ് ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് ഇൻകം ടു ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ റവന്യൂ ടു ദ ഗവൺമെന്റ്. ടാക്സും അതുപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂ ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെന്റ്. ദെൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് സ്പെൻഡിങ്സ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഓർ വിച്ച് ആർ ദ എക്സ്പെൻഡിച്ചേഴ്സ് ആർ അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ്. അതായത് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി, ജനങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി, പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള ചെലവുകളാണുള്ളത്. അതായത് ജനങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക, ഹെൽത്ത് കൊടുക്കുക, പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ പർപ്പസ്, കമ്മ്യൂണിറ്റി ബെനിഫിറ്റിന് വേണ്ടി ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആര് ചെയ്യാറുണ്ട്? സർക്കാർ ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ പറയാം കോമൺ ബെനിഫിറ്റ് ആയിട്ടുള്ള, പബ്ലിക് ബെനിഫിറ്റ് ആയിട്ടുള്ള, അഡ്വാൻറ്റേജ് ടു ദ കമ്മ്യൂണിറ്റി. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇതിൽ വരിക, എക്സ്പെൻഡിച്ചറിൽ വരും. അപ്പം പണ്ട് കാലത്ത് ട്രഡീഷണൽ എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് പബ്ലിക് ഫിനാൻസ് നമ്മൾ പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. അപ്പം ഇൻകം ഓർ റവന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അത് നികുതികളും നികുതിയേതര വരുമാനങ്ങളുമാണ് ഏതിൽ വരിക? ഇൻകത്തിന് വരിക. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ദി ഇമ്പോർട്ടന്റ് എക്സ്പെൻഡിച്ചർ അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ്. അപ്പം ട്രഡീഷണൽ പണ്ട് കാലത്തുള്ള സർക്കാരിന്റെ ചെലവുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്തൊക്കെയാ? ഡിഫൻസ് ഉണ്ടാകും സർക്കാർ ചെയ്യാനായിട്ട്, പിന്നെ ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരിക, ദെൻ സിവിൽ അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും ചുമതലകളാണ് അന്ന് സർക്കാരിനുണ്ടായിരുന്നത്. അപ്പം പണ്ട് കാലത്തെ സർക്കാരിന് ചുരുക്കം ചില ജോലികളെ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, ഡിഫൻസ് ആൻഡ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്ന് മോഡേൺ സർക്കാരിന്റെ ചെലവുകൾ എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി അണ്ടർടേക്ക് ദ ട്രഡീഷണൽ ഫംഗ്ഷൻസ് ലൈക്ക് മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, സിവിൽ അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസ് എക്സെട്ര, but also it undertake the social and economic development activities. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, അതായത് വെൽഫെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി സാമൂഹിക സാമ്പത്തിക വികസനങ്ങളെ സർക്കാർ എടുക്കാൻ തുടങ്ങി. അപ്പം now the modern government undertake not only these functions but also undertake social and economic development or welfare activities are undertaken by the government. അതാണ് ഇന്നത്തെ സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെ റവന്യൂയെയും എക്സ്പെൻഡിച്ചറേയും സർക്കാരിന്റെ ചെലവിനെയും വരവിനെയും പറ്റി പ്രതിപാദിക്കുന്ന ഒരു സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് പബ്ലിക് ഫിനാൻസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് മനസ്സിലായി. എന്താണ്? ദ സ്റ്റഡി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ പബ്ലിക് അതോറിറ്റീസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഓഫ് ദ ഗവൺമെന്റ്. ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ദെൻ പബ്ലിക് അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്. ദേ ആർ ജനറലി നോൺ ആസ് ദ പബ്ലിക് അതോറിറ്റീസ്. This is the meaning of public finance. Next is that what about the subject matter of public finance? അപ്പം ഇതിൽ പലപ്പോഴും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കാണുന്നതാണ് what is meant by public finance. ഇനി അപ്പൊ നമ്മൾ വാട്ട് ഈസ് പബ്ലിക് ഫിനാൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ്. അപ്പം ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് എന്താണെന്ന് പറഞ്ഞു, റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പൊ നമുക്ക് പബ്ലിക് ഫിനാൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് പല ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറുണ്ട്, വാട്ട് അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിലെ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്? വാട്ട് അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസ്. അപ്പൊ നമ്മൾ ഇതുപോലെ പബ്ലിക് ഫിനാൻസിൽ ഞാൻ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ട്, സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ്. അത് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാട്ട് അബൌട്ട് ദ സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ്. ഇതുപോലെ പല ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്ന ഒന്നാണ് സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസ്. സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുമ്പോൾ 5 പ്രധാന സബ്ജക്റ്റുകളാണ് ഇതിൽ പറയുന്നത്. ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ പബ്ലിക് റവന്യൂ, രണ്ടാമത് പറയുകയാണെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ, മൂന്നാമത് പറയുകയാണെങ്കിൽ പബ്ലിക് ഡെറ്റ്, നാലാമത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, അഞ്ചാമത്തെ ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ ആൻഡ് ഗ്രോത്ത്. ഇങ്ങനെ 5 കമ്പോണൻസ് ആണ് സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസിലെ പറയുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, അഞ്ചാമത്തെ ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ ആൻഡ് ഗ്രോത്ത്.
അപ്പം പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാല് പൊതു വരുമാനം, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പൊതു ചെലവുകൾ, പബ്ലിക് ഡെറ്റ് എന്ന് പറഞ്ഞാൽ പൊതുകടം, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ധനകാര്യ, അതായത് ഭരണം അല്ലെങ്കിൽ നിർവഹണം, അഞ്ചാമത് പറയാൻ സാമ്പത്തിക സ്ഥിരതയും വളർച്ചയും. ഇങ്ങനെ 5 പ്രധാന സബ്ജക്റ്റുകളാണ് ഇതിലെ ഡീൽ ചെയ്യുന്നത്. ആദ്യത്തെ ആളെ എടുക്കാം, പബ്ലിക് റവന്യൂ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പൊതു വരുമാനം. അത് ടാക്സിലൂടെയും വരാം, ടാക്സ് അല്ലാത്ത ഇനങ്ങളിലും ഏത് വരാറുണ്ട്, സർക്കാരിന്റെ വരവുകൾ വരാറ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാം വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെന്റ്. പ്രധാനമായിട്ട് വരുന്ന ആളാണ് ടാക്സ്. That's the main sources of public revenue, that is equal to tax. Tax ആണ് പ്രധാനമായിട്ടുള്ള സർക്കാരിന്റെ വരുമാന ഇനം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ അല്ലെങ്കിൽ ടാക്സ്. അതായത് ടാക്സിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ്, സോഴ്സസ് ഓഫ് ടാക്സേഷൻ അല്ലെങ്കിൽ പബ്ലിക് റവന്യൂ. രണ്ടാമത് വിച്ച് ആർ ദ മെത്തേഡ്സ് ടു റേസ് ദ പബ്ലിക് റവന്യൂ. ഏതൊക്കെ രീതിയിൽ കൂടെയാണ് പബ്ലിക് റവന്യൂ വർദ്ധിപ്പിക്കുന്നത്. അപ്പം വാട്ട് ആർ ദ സോഴ്സസ്, ഏതൊക്കെയാണ് ടാക്സിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ ഉറവിടങ്ങൾ. വിച്ച് ആർ ദ മെത്തേഡ്സ് ടു റേസ് ദ പബ്ലിക് റിസോഴ്സസ് അല്ലെങ്കിൽ വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ടു റേസ് ടാക്സ് ഓർ റവന്യൂ. ഏതൊക്കെ രീതിയിൽ കൂടെയാണ് റവന്യൂ കൂട്ടുന്നത്. വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ്. ഏതൊക്കെയാണ് റവന്യൂ തീരുമാനിക്കുന്ന നിയമങ്ങൾ. വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് ഇഫക്ട്സ്. എന്തൊക്കെയാണ് അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്. Then what about shifting of tax and what about incidence of tax. അപ്പം പബ്ലിക് റവന്യൂ നമ്മൾ പറയുന്നത് സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ, വിച്ച് ആർ ദി ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ടു റേസ് പബ്ലിക് റവന്യൂ. Then what are the important principles, ഇഫക്ട്സ്. കേട്ടോ, പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഇഫക്ട്സുകൾ ഉണ്ട്, പിന്നെ ഷിഫ്റ്റിംഗ്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ടാക്സ് മാറ്റുന്ന രീതി, ഇൻസിഡൻസ് ആരിലാണ്, അതായത് ഫൈനൽ അതായത് ഇൻസിഡൻസ് ആരിലാണ് ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ കമ്പോണന്റ് പഠിക്കുന്നത്. അപ്പം പ്രിൻസിപ്പിൾസ് ഉണ്ട്, മെത്തേഡ്സ് ടു റേസ് ദ പബ്ലിക് റവന്യൂസ് ഉണ്ട്, ഇഫക്ട്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ എന്ത് പറയണം, നമ്മൾ അതിലെ ഇത് പ്രധാന ഇൻസിഡൻസ് എന്താണ്, ഷിഫ്റ്റിംഗ് എങ്ങനെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അതിൽ പറയുന്നത്. ഇതാണ് സബ്ജക്ട് മാറ്ററായ പബ്ലിക് റവന്യൂസിലെ വരുന്നത്. രണ്ടാമത്തെ ആളെ നമ്മൾ എടുക്കാം, അതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് അറിയാം എന്താണ്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ ഗവൺമെന്റ്, സർക്കാരിനുണ്ടാകുന്ന ചെലവുകൾ. അതിന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലുണ്ട് പ്രിൻസിപ്പിൾസ് to govern public expenditure. Public expenditure govern ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്താണ്. Then what about the classification of public expenditure. പബ്ലിക് എക്സ്പെൻഡിച്ചറിന് ഏതൊക്കെ രീതി, ഇത് നമുക്കറിയാം പല ക്ലാസിഫിക്കേഷൻസ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ വരുന്നുണ്ട്. അപ്പം ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. Then which are the expenditure policies of the government. സർക്കാർ എന്തൊക്കെയാണ് ചെലവുകളുടെ നയങ്ങൾ എടുക്കുന്നത്. ഇത് മൂന്നും കൂടിയാണ് ഇതിൽ പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പം പ്രിൻസിപ്പിൾസ് പ്ലസ് എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദ ഗവൺമെന്റ് പ്ലസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഏതൊക്കെയാണ് ഇതിന് വേണ്ട നിയമങ്ങൾ, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇതിനെങ്ങനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചറിനെ തരംതിരിക്കുന്നത്. ദെൻ വാട്ട് അബൌട്ട് ദ എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ദ ഗവൺമെന്റ്, അതായത് സർക്കാർ എടുക്കുന്ന നയങ്ങൾ എന്തൊക്കെയാണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇത് മൂന്നുമാണ് ഏതിൽ വരുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ. മൂന്നാമത്തെ ആള് പബ്ലിക് ഡെറ്റ്. പബ്ലിക് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതായത് പൊതുകടം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് വാട്ട് അബൌട്ട് ദ കോസസ് ഓഫ് പബ്ലിക് ഡെറ്റ്. എന്തൊക്കെ കാരണങ്ങളാണ് പബ്ലിക് ഡെറ്റ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ഈസ് ദാറ്റ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ്, അത് ഏതൊക്കെ രീതിയിൽ കൂടെയാണ് പബ്ലിക് ഡെറ്റ് നടത്തുന്നത്. തേർഡ് വാട്ട് അബൌട്ട് ദ ഡെറ്റ് മാനേജ്മെന്റ്, കടങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഈസ് ദാറ്റ് വാട്ട് അബൌട്ട് ദ ഇമ്പോർട്ടന്റ് ബേർഡൻ ഓഫ് പബ്ലിക് ഡെറ്റ്, പബ്ലിക് ഡെറ്റിന്റെ ബേർഡൻ. ഇത്രയും സംഭവങ്ങളാണ് മൂന്നാമത്തെ കമ്പോണന്റിൽ വരുന്നത്. അപ്പം പബ്ലിക് ഡെറ്റിൽ വരുന്നത് വാട്ട് അബൌട്ട് ദ ഇമ്പോർട്ടന്റ് കോസസ്, കാരണങ്ങൾ, പൊതു കടം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഡെറ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് കടത്തെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുക. Then what about the methods to which are the important methods to public debt. പബ്ലിക് ഡെറ്റ് ഉണ്ടാകുന്ന രീതി, ഏതൊക്കെ രീതിയിൽ കൂടെയാണ് പബ്ലിക് ഡെറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാലാമത് പറയാണ് വാട്ട് അബൌട്ട് ദ ബേർഡൻ ഓഫ് പബ്ലിക് ഡെറ്റ്, പബ്ലിക് ഡെറ്റിന്റെ ബേർഡൻ, ഭാരം എങ്ങനെയാണ്. ഇതാണ് മൂന്നാമത്തെ ഘടകമായിട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ആദ്യം പബ്ലിക് റവന്യൂ പറയാം,
രണ്ടാമത് പബ്ലിക് എക്സ്പെൻഡിച്ചർ പറയാം, മൂന്നാമത് പബ്ലിക് ഡെറ്റ് പറയാം. എന്നിട്ട് ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നതെന്ന് പറയും. ഇങ്ങനെ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. നാലാമത്തെ ആളാണ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ബഡ്ജറ്റ്. ബഡ്ജറ്റിനെ പറ്റി പറയുന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അതിന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഹൗ ടു പ്രിപ്പയർ ദ ബഡ്ജറ്റ്, എങ്ങനെയാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഹൗ ടു സാങ്ഷൻ, എങ്ങനെയാണ് ഇത് സാങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഓഡിറ്റിംഗ്, ബഡ്ജറ്റിന്റെ ഓഡിറ്റിംഗ് എങ്ങനെയാണ് നടത്തുന്നത്, എങ്ങനെയാണ് ബഡ്ജറ്റിലെ ഫണ്ടുകൾ ഡിസ്ബേഴ്സ് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ബഡ്ജറ്റ്. ഇൻ ദിസ് ഹൗ ടു പ്രിപ്പയർ ദ ബഡ്ജറ്റ്, then what about that is sanction of the budget, auditing, then how to fund or the resources are disbursed. These are the main important inclusions of public debt. And last is that economic stabilization and economic growth. Economic stabilization, that is shows that ഇന്നലെ ഞാൻ പറഞ്ഞു there are two important economic instabilities. One is that boom and another is that depression. ബൂം ആൻഡ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഏറ്റവും ഉയർന്ന അവസ്ഥയ്ക്ക് ബൂം എന്ന് പറയുന്നു, ഡിഫ്ലേഷൻ ഏറ്റവും താഴ്ന്ന അവസ്ഥയ്ക്ക് എന്ത് പറയും, ഡിപ്രഷൻ എന്ന് പറയും. ഇങ്ങനെ രണ്ട് പ്രധാന അവസ്ഥകൾ നമ്മൾ പറഞ്ഞു. ഈ സമയത്ത് ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏതൊക്കെ രീതികളാണ് സർക്കാർ അവലംബിക്കുന്നത്? വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് instruments are taken by the government to maintain economic stability. ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സർക്കാർ 3 ഫിസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് എടുക്കുക. ഗവൺമെന്റ് അഡോപ്റ്റഡ് 3 important physical instruments. One is that tax, second is that expenditure, and third is that public debt. ഈ 3 രീതി ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്ന് ടാക്സ്, രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ, മൂന്നാമത്തെ പബ്ലിക് ഡെറ്റ്. ഇത് 3 വെച്ചുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യുന്നു, ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ. ഉദാഹരണമായിട്ട് പറയാൻ നമ്മൾ പറഞ്ഞ 2 ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റീസ് ആണ് ബൂം ആൻഡ് ഡിപ്രഷൻ. ബൂം എന്ന് പറഞ്ഞാൽ അതായത് ഹൈ ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയം. ആ സമയത്ത് സർക്കാർ എന്താ ചെയ്യുന്നത്, പബ്ലിക് റവന്യൂ ടാക്സിന്റെ റേറ്റ് കൂട്ടുക, പുതിയ ടാക്സുകൾ അടിച്ചിറക്കുക, എന്നിട്ട് പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കുക. ഇതാണ് ഒരു ഇൻസ്ട്രുമെന്റ്. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് ആരാണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡ്യൂട്ടി എന്താ, സർക്കാർ പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. പബ്ലിക് എക്സ്പെൻഡിച്ചർ നമുക്ക് മനസ്സിലാക്കണം എന്താണ് ഈ പൊതു ചെലവുകൾ. സർക്കാർ എടുക്കുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസുകൾ, അതായത് പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. ഈ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിലൂടെ ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നു. ഈ എംപ്ലോയ്മെന്റിൽ കൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻഫ്ലേഷൻ പീരീഡിൽ കൂട്ടുക എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ സർക്കാർ പുതിയ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എടുക്കുന്നു, അപ്പൊ ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കൂട്ടുന്നു, വരുമാനം കൂടുതലായിട്ട് ഒഴുകാൻ തുടങ്ങുന്നു. അപ്പൊ നമുക്കിവിടെ എന്താ വേണ്ടത്, വരുമാനത്തിന്റെ ഒഴുക്ക് കുറയ്ക്കണം. അപ്പൊ സർക്കാർ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റിലെ ഇൻഫ്ലേഷണറി പീരീഡിലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. മൂന്നാമത്തെ ആളാണ് പബ്ലിക് ഡെറ്റ്. പബ്ലിക് ഡെറ്റ് എന്താ, ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ട് ഇൻഫ്ലേഷണറി പീരീഡിൽ. അപ്പം പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാനായിട്ട് സർക്കാർ എന്ത് ചെയ്യണം, കൂടുതൽ ഡെറ്റ് ജനങ്ങളിൽ നിന്ന് ബോറോ ചെയ്യുക. ഗവൺമെന്റ് ബോറോ മണി ഫ്രം പബ്ലിക്. ഗവൺമെന്റ് ഇൻക്രീസ് ദ പബ്ലിക് ബോറോയിങ്. ഗവൺമെന്റ് പബ്ലിക് ബോറോയിങ് കൂട്ടുക. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാണ്, ജനങ്ങളിൽ സർക്കാർ കടം വാങ്ങിക്കുന്നു. അപ്പൊ സർക്കാർ ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ള പണം ആരിലോട്ട് എത്തുന്നു, സർക്കാരിലോട്ട് എത്തുന്നു. തിരിച്ച് സർക്കാരിന്റെ കയ്യിലുള്ള ബോണ്ടും സെക്യൂരിറ്റീസും ആർക്ക് കൊടുക്കുന്നു, ജനങ്ങൾക്ക് കൊടുക്കുന്നു. അങ്ങനെ പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഇൻഫ്ലേഷണറി പീരീഡിൽ നടക്കുന്നത്. എന്നിട്ട് ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സർക്കാരിന് സാധിക്കുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എപ്പോൾ ഉണ്ടാകുക, ഡിഫ്ലേഷണറി പീരീഡിൽ. ഡിഫ്ലേഷണറി പീരീഡിൽ എന്ത് ചെയ്യണം, സർക്കാർ അല്ലെങ്കിൽ ഡിപ്രഷൻ സമയത്ത് എന്താ ചെയ്യേണ്ടത്, സർക്കാരിന്റെ ഫിസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയ ഈ പറഞ്ഞ ടാക്സും എക്സ്പെൻഡിച്ചറും ഡെറ്റും എങ്ങനെയാണ് പ്രവർത്തിക്കുക നോക്കുക.
ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ all economic activities are comes to the lowest level. എല്ലാ പ്രവർത്തനങ്ങളും താഴെ തട്ടിലോട്ട് ഏറ്റവും താഴെ വരുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയാ, അതായത് ഡിപ്രഷൻ എന്ന് പറയാ. ഈ സമയത്ത് നമുക്കറിയാം കെയ്ൻസിന്റെ തിയറി എന്താ, അദ്ദേഹത്തിന്റെ ബുക്കാണ്, അദ്ദേഹം പബ്ലിഷ് ചെയ്തതാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി അല്ലെ. അതിൽ നമ്മൾ എന്താ പഠിച്ചത്, ഫിസിക്കൽ, അതായത് ഫിസിക്കൽ ഫങ്ഷൻസ് എടുക്കുക, അതിൽ ഫിസിക്കൽ ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഫിസിക്കൽ ഓപ്പറേഷൻസ് വരുന്നത്, ടാക്സ്, എക്സ്പെൻഡിച്ചർ, ഡെറ്റ്. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണിയില് കെയ്ൻസ് പറയുന്നത് ടാക്സ് റേറ്റ് കുറയ്ക്കുക, ടാക്സിന്റെ റേറ്റ് കുറയ്ക്കുക, ആവശ്യമില്ലാത്ത ടാക്സുകളൊക്കെ ഇല്ലാതാക്കുക. അപ്പൊ ജനങ്ങളുടെ കയ്യിൽ എന്തുണ്ടാകുന്നു, പണം ഉണ്ടാകുന്നു. എക്സ്പെൻഡിച്ചർ കൂട്ടുക, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുക എന്ന് പറഞ്ഞാൽ ന്യൂ ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെന്റ്, പുതിയ പ്രവർത്തനങ്ങൾ സർക്കാർ എടുക്കുന്നു, അതിലൂടെ ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നു, ഇൻകം കൂടുന്നു. മൂന്നാമത് പബ്ലിക് ബോറോയിങ് എന്ത് ചെയ്യണം, നേരത്തെ കൂട്ടി ഇപ്പൊ പബ്ലിക് ബോറോയിങ് കുറയ്ക്കുക. സർക്കാർ എന്ത് ചെയ്യണം, നേരത്തെ അതായത് ബോണ്ട് സെക്യൂരിറ്റീസ് ജനങ്ങൾക്ക് വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു, ആ ബോണ്ട് സെക്യൂരിറ്റീസും ജനങ്ങളിൽ നിന്ന് തിരിച്ച് സർക്കാർ വാങ്ങിക്കുന്നു. തിരിച്ച് സർക്കാർ എന്ത് ചെയ്യണം, പണം വാങ്ങിച്ചത് മുഴുവൻ തിരിച്ചു കൊടുക്കുക, പബ്ലിക് ബോറോയിങ് കുറയ്ക്കുക. അപ്പൊ പബ്ലിക് ബോറോയിങ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ പണം വരുന്നു, സർക്കാരിന്റെ ബോണ്ട് സെക്യൂരിറ്റീസും തിരിച്ച് സർക്കാരിലോട്ട് വരുന്നു. ഈ പ്രവർത്തനങ്ങളിൽ കൂടെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ദസ് ദ ഇക്കോണമി മൂവ് ദ പാത്ത് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അങ്ങനെ സമ്പദ് വ്യവസ്ഥ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയിലോട്ട് നീങ്ങുന്നു. ഇതാണ് 5 സബ്ജക്റ്റിലെ സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസിലെ പബ്ലിക് ഫിനാൻസ് നമ്മൾ പഠിക്കുന്നത്. അപ്പം 5 പ്രധാന സബ്ജക്റ്റുകളാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. ഒന്ന് പബ്ലിക് റവന്യൂ, രണ്ടാമത്തെ പബ്ലിക് റവന്യൂ, രണ്ടാമത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, മൂന്നാമത്തെ പബ്ലിക് ഡെറ്റ്, നാലാമത്തെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, അഞ്ചാമത്തെ ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ ആൻഡ് ഗ്രോത്ത്. ഇങ്ങനെ 5 കമ്പോണൻസ് ആണ് സബ്ജക്ട് മാറ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പം 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പല ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് വാട്ട് ഈസ് പബ്ലിക് ഫിനാൻസ്, രണ്ടാമത് വാട്ട് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസ്. അപ്പൊ സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസ് മെയിൻലി classified into 5. First is that public revenue, second is that public expenditure, third is that public debt, fourth is that financial administration, and last is that economic stabilization and growth. These are the important 5 components are included in the subject matter of public finance.